നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാരൻ ഹോണിയുടെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയാണ്. കാരൻ ഹോണി സൈക്കോ ഡൈനാമിക് തിയറികളിൽ ഒരു പ്രധാനപ്പെട്ട തിയറി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഒരു ഫീമെയിൽ സൈക്കോളജിസ്റ്റാണ്. അവർ ജീവിച്ചിരുന്നത് 1800കളുടെ അവസാനത്തിലും അല്ലെ 1900-ൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ഒരു ഫീമെയിൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും അവർ വലിയൊരു കോൺട്രിബ്യൂഷൻ സൈക്കോളജി ഫീൽഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ തിയറി ഡെവലപ്പ് ചെയ്തത് ഫ്രോയിഡിൻ്റെ തിയറീനെ ബേസ് ചെയ്തിട്ടാണ്. എങ്കിൽ കൂടിയും ഫ്രോയിഡിൻ്റെ പല കാര്യങ്ങളോട് ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പം സൈക്കോ അനലിറ്റിക്കൽ സൊസൈറ്റിയുടെയൊക്കെ പ്രസിഡൻ്റ് ആയിരിക്കുകയും അതിൻ്റെ ചുമതല വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഫ്രോയിഡിനോടുള്ള വിയോജിപ്പ് കാരണം അവർ പല ദുരനുഭവങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിളും അവർ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ഈ പേഴ്സണാലിറ്റി തിയറി ഡെവലപ്പ് ചെയ്ത് വരുന്നതിനകത്ത് ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളും ഒപ്പം തന്നെ അവരുടെ ജെൻഡറും ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാരൻ ഹോണിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്രിട്ടിക് ഓഫ് ഫ്രോയിഡ്. ഫ്രോയിഡിൻ്റെ പല കൺസെപ്റ്റുകളോട് യോജിക്കുമ്പോൾ കൂടിയും ഫ്രോയിഡിൻ്റെ ചില കൺസെപ്റ്റുകളോട് വിയോജിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ പെന്നീസ് എൻവി. ഇപ്പോൾ ഫ്രോയിഡ് പെന്നീസ് എൻവി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയി. അതായത് ആണുങ്ങൾക്ക് പെന്നീസ് ഉണ്ട്, ഫീമെയിൽസിന് പെന്നീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽസിന് ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു എൻവി ഫീലിംഗ് ആണുങ്ങളോട്ടുണ്ടാവുന്നു. അപ്പം ഇങ്ങനൊരു സംഗതി ഫ്രോയിഡ് മുന്നോട്ട് വെച്ചപ്പം ഇതിന് പകരമായിട്ട് വൂംബ് എൻവി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കാരൻ ഹോണി വെച്ചത്. അപ്പോൾ വൂംബ് എൻവി എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളോട് ഈ പറയുന്ന പോലെ ഒരു എൻവി ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കൺസെപ്റ്റായിട്ടുള്ള ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റായിട്ടുള്ള ഇഡിപ്പസ് കോംപ്ലക്സിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ആൺകുട്ടിക്ക് അമ്മയോട് ഒരു സെക്ഷലായിട്ടുള്ളൊരു അഫെക്ഷൻ തോന്നുകയും ഒപ്പം അച്ഛനോട് ഒരു എൻവി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ ഫീലിംഗ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഫ്രോയിഡ് അതിനെ പറഞ്ഞത്. അപ്പം കാരൻ ഹോണി പറഞ്ഞത് ഇപ്പം പേരൻറ്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, അതല്ലാണ്ട് ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ വരുന്ന കാര്യമല്ല. ഇത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന സംഗതി അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ടാവുന്നത് പേരൻറ്റും ചൈൽഡുമായിട്ടുള്ള ബന്ധം ശരിയല്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ ചില ഫ്രോയിഡിൻ്റെ കാര്യങ്ങളെയൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രോയിഡിൻ്റെ ചില കൺസെപ്റ്റുകളെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന കാര്യങ്ങൾ ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഫ്രോയിഡും അതുപോലെ തന്നെ കാരൻ ഹോണിയും ഒരേപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പം ഇനി നമുക്ക് കാരൻ ഹോണിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനെ പറ്റിയിലേക്ക് നോക്കാം. ഒന്നാണ് ബേസിക് ആൻസൈറ്റി, രണ്ടാമത് ന്യൂറോട്ടിക് ആൻസൈറ്റി, പിന്നെ വരുന്നതാണ് സെൽഫ് തിയറിയെ സംബന്ധിച്ച്. പിന്നെ അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഫെമിനിസ്റ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സൈക്കോളജി. 1921 പ്രപ്പോസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഓക്കെ, നമുക്ക് ഏതായാലും തിയറിയിലേക്ക് പോകാം. കാരൻ ഹോണിയുടെ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രോയിഡിൻ്റെ തോട്ട്സിനെ ബേസ് ചെയ്താണ് അവർ ആ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നതെങ്കിൽ കൂടിയും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പം സെൽഫിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിൽ നിന്നാണ്. മാത്രമല്ല ഫ്രോയിഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നൽകിയെങ്കിൽ കാരൻ ഹോണിയുടെ തിയറിക്കകത്ത് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ് പേരൻസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ഒന്നാമത്തെ കൺസെപ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ കൺസെപ്റ്റാണ് ബേസിക് ആൻസൈറ്റി. ബേസിക് ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷനും കെയറും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ആവശ്യമാണ്. എന്നാൽ ചിലപ്പം പേരൻസിൽ നിന്ന് ഈ അറ്റൻഷനും വേണ്ട വിധത്തിലുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാതെ വരുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക്
ഒരു ബേസിക്കായിട്ടൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നു. ഇത് ഉണ്ടായി വരാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡോമിനേഷൻ, പേരൻസിൻ്റെ ഡോമിനേഷൻ, ഇറാക്റ്റീവ് ബിഹേവിയർ ഉണ്ട്. പിന്നെ കുട്ടികളുടെ നീഡ്സിനോട് റെസ്പെക്റ്റ് തോന്നാതിരിക്കുക. പിന്നെ ലാക്ക് ഓഫ് റിയൽ ഗൈഡൻസ്, കുട്ടികളെ വേണ്ട രീതിയിൽ ഗൈഡൻസ് ചെയ്യാതിരിക്കുക. പിന്നെ ഡിസ്പാർജിങ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടു മച്ച് അഡ്മിറേഷനോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് അഡ്മിറേഷനോ ഉണ്ടാകുക. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ പേരൻസ് കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടായി വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു പേരൻസിനോടൊരു ഹോസ്റ്റൈൽ ഫീലിംഗ് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഹോസ്റ്റൈൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സീറ്റഡ് ഫീലിംഗ് ഓഫ് ആങ്കർ ആൻഡ് ബിട്രയൽ. അതായത് പേരൻസിനോട് ഒരു കുട്ടിക്ക് പേരൻസിൻ്റെ ഇങ്ങനെയുള്ള ബിഹേവിയർ കാരണം എന്തു ചെയ്യും, ഒരു ആങ്കറും അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്ന് ഉള്ള ഒരു ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടായി വരും. ഇതിനെയാണ് നമ്മൾ ബേസിക് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് ഹോസ്റ്റിലിറ്റി ഉണ്ടാകുമ്പം കുട്ടികൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അവർക്കൊപ്പം തന്നെ പേരൻസിനോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, ഒപ്പം തന്നെ അവർക്ക് സ്നേഹം വേണം, അതുപോലെ തന്നെ അഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണം. അതോടൊപ്പം തന്നെ അവർ ഹെൽപ്ലെസ് ആണ്, പിന്നെ പേരൻസിനെ പേടിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങളിൽ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹോസ്റ്റിലിറ്റി ഫീലിങ്ങും ഈ പറയുന്ന കുട്ടിയുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ കുട്ടിയുടെ കണ്ടീഷനും തമ്മിലൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നു. അപ്പോൾ കുട്ടി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസിക് ഹോസ്റ്റിലിറ്റിയെ റിപ്രസ് ചെയ്യുമെന്ന് വെച്ചാൽ സ്വയം അങ്ങ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്രസ് ചെയ്യുന്ന ഈ ഒരു ഹോസ്റ്റിലിറ്റി ഫീലിംഗ് പിന്നീട് എന്തു ചെയ്യും, ബേസിക് ആങ്സൈറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നാണ് കാരൻ ഹോണി പറയുന്നത്. അപ്പം എന്താണ് ഈ ബേസിക് ആങ്സൈറ്റി? ബേസിക് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ദ ഫീലിംഗ് എ ചൈൽഡ് ഹാസ് ബീൻ ഐസൊലേറ്റഡ് ആൻഡ് ഹെൽപ്ലെസ് ഇൻ എ പൊട്ടൻഷ്യലി ഹോസ്റ്റൈൽ വേൾഡ്. അതായത് ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ലോകത്ത് കുട്ടി ഒറ്റപ്പെട്ടു പോയ പോലെ അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയ പോലെയുള്ള ഒരു ഫീലിങ്സിനെയാണ് നമ്മൾ ബേസിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു റിപ്രസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റിലിറ്റി, ബേസിക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമാണ്. ഈ ബേസിക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യും, ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചില മെക്കാനിസംസ് എടുക്കും. അപ്പം അതായത് സെക്യൂറിങ് അഫെക്ഷൻ ആൻഡ് ലവ് അതൊരു മെക്കാനിസമാണ്. അല്ലെങ്കിൽ ബീയിങ് സബ്മിസീവ് ആവും, അല്ലെങ്കിൽ കൂടുതൽ അറ്റൈൻ പവർ നേടാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് നിൽക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില സെൽഫ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഈ ബേസിക് ആങ്സൈറ്റിക്ക് എഗൻസ്റ്റായിട്ട് കുട്ടി എടുക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ ഇതെന്ത് ചെയ്യും, ഇത് നേരെ ന്യൂറോട്ടിക് നീഡ്സ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതനുസരിച്ച് ന്യൂറോട്ടിക് നീഡ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമാണ്. കാരണം ഈ കുട്ടി ഉപയോഗിക്കുന്ന ഈ സെൽഫ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അതൊന്നും തന്നെ സയൻറ്റിഫിക് അല്ല, അല്ലെങ്കിൽ ശരിയായിട്ടൊരു രീതിയല്ല എന്നതുകൊണ്ട് തന്നെ അതൊരു ന്യൂറോട്ടിക് നീഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാരണമാകും. ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഇറാഷണൽ, അൺറിയലിസ്റ്റിക് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഇൻറ്റൻസീവ് നീഡ്സിനെയാണ് നമ്മൾ ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കുറച്ചും കൂടി ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ബേസിക് ആങ്സൈറ്റി ഉണ്ടാകുന്നു. ഈ ബേസിക് ആങ്സൈറ്റിയെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട്, അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിഫെൻസ് സെൽഫ് പ്രൊട്ടക്റ്റിംഗ് മെക്കാനിസംസ് ഉണ്ടാക്കും. ഈ സെൽഫ് പ്രൊട്ടക്റ്റിംഗ് മെക്കാനിസംസ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാകുകയും അത് നമ്മുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആങ്സൈറ്റിയിൽ നിന്നാണ് ന്യൂറോട്ടിക് നീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാരൻ ഹോണി 10 തരത്തിലുള്ള ന്യൂറോട്ടിക് നീഡ്സുകൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ നീഡ് ഫോർ അഫെക്ഷൻ ആൻഡ് അപ്രൂവൽ, 2 ദ നീഡ് ഫോർ ഡോമിനൻറ്റ് പാർട്ട്ണർ, 3 ദ നീഡ് ഫോർ പവർ, 4 ദ നീഡ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ, ആൻഡ് 5 ദ നീഡ് ഫോർ സോഷ്യൽ റെക്കഗ്നീഷൻ ഓർ പ്രസ്റ്റീജ്.
6 ദ നീഡ് ഫോർ പേഴ്സണൽ അഡ്മിറേഷൻ. 7 ദ നീഡ് ഫോർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. 8 ദ നീഡ് ഫോർ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. 9 ദ നീഡ് ഫോർ പെർഫെക്ഷൻ ആൻഡ് ദ നീഡ് ഫോർ പെർഫെക്ഷൻ. പിന്നെ 10 ദ നീഡ്സ് ടു റെസ്ട്രിക്റ്റ് ലൈഫ് പ്രാക്ടീസ് ടു വിത്തിൻ നാരോ ബൗണ്ടറി. ഓക്കെ, ഇങ്ങനെയുള്ള 10 തരത്തിലുള്ള ന്യൂറോട്ടിക് നീഡ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് കാരൻ ഹോണി തിയറിക്കകത്ത് പറയുന്നത്. ഒപ്പം തന്നെ ഈ 10 ന്യൂറോട്ടിക് നീഡുകളെ നമുക്ക് 3 ട്രെൻഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ 3 ട്രെൻഡുകൾ എന്ന് പറയുന്നത്, അതായത് ഈ 10 ന്യൂറോട്ടിക് നീഡ്സുകൾക്കും ചില കോമൺ ക്യാരക്ടറുണ്ട്. ഈ കോമൺ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള 3 ട്രെൻഡുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഒന്ന്, മൂവിങ് ടുവേഴ്സ് അതേഴ്സ്. അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അഫെക്ഷനും ലവും അക്സെപ്റ്റൻസൊക്കെ കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ടെൻഡൻസി. അങ്ങനെയുള്ളവരെ നമുക്ക് മൂവിങ് ടുവേഴ്സ് അതേഴ്സ് എന്ന കാറ്റഗറിപ്പെടുത്താം. അടുത്താണ് മൂവിങ് അഗെൻസ്റ്റ് അതേഴ്സ്. അതായത് മറ്റുള്ളവർക്കെതിരെ പോവുക. അപ്പം അതായത് അവർക്ക് പവർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ മേൽ ഒരു ഡോമിനേഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് മൂവിങ് അഗെൻസ്റ്റ് അതേഴ്സ് എന്ന് പറയാം. മൂവിങ് എവേ ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മാറി നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ 10 ന്യൂറോട്ടിക് നീഡ്സുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ ഈ 3 കാറ്റഗറി വരുമെന്ന് നോക്കാം. ഒന്നാമതാണ് മൂവിങ് ടുവേഴ്സ് പീപ്പിൾ. മൂവിങ് ടുവേഴ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ കമ്പലിയൻസ് ആയിരിക്കും. അതായത് മറ്റുള്ളവർ പറയുന്നതിനോട് യോജിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിച്ച് നിൽക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ 2 തരത്തിലുള്ള ന്യൂറോട്ടിക് നീഡ്സുകൾ മൂവിങ് ടുവേഴ്സ് അതേഴ്സിലുള്ളവർക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ദ നീഡ് ഫോർ അഫെക്ഷൻ ആൻഡ് അപ്രൂവൽ. അടുത്താണ് ദ നീഡ് ഫോർ ഡോമിനൻറ്റ് പാർട്ട്ണർ. ഓക്കെ, ഇനി അടുത്താണ് മൂവിങ് അഗെൻസ്റ്റ് പീപ്പിൾ. അപ്പോൾ അതായത് അവർ അഗ്രസീവ് ആയിരിക്കും. അവർ മറ്റുള്ളവരിന്മേൽ ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള കാറ്റഗറി വരുന്ന കുറച്ച് നീഡ്സുകളുണ്ട്. ഒന്നാണ് ദ നീഡ് ഫോർ പവർ, ദ നീഡ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ, ദ നീഡ് ഫോർ സോഷ്യൽ റെക്കഗ്നീഷൻ ഓർ പ്രസ്റ്റീജ്, ദ നീഡ് ഫോർ പേഴ്സണൽ അഡ്മിറേഷൻ, ദ നീഡ് ഫോർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് 3ാമത്തെ കാറ്റഗറി, മൂവിങ് എവേ ഫ്രം അതേഴ്സ് അല്ലെങ്കിൽ മൂവിങ് എവേ ഫ്രം പീപ്പിൾ. അവർ കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി വരുന്നത് ദ നീഡ് ഫോർ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്, ദ നീഡ് ഫോർ പെർഫെക്ഷൻ ആൻഡ് നീഡ് ഫോർ പെർഫെക്ഷൻ, ദ നീഡ് ടു റെസ്ട്രിക്റ്റ് ലൈഫ് പ്രാക്ടീസ് ടു വിത്തിൻ നാരോ ബൗണ്ടറീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അത്ര നീഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കോൺട്രിബ്യൂഷനാണ്, കാരൻ ഹോണിയുടെ കോൺട്രിബ്യൂഷനാണ് തിയറി ഓഫ് ദി സെൽഫിനെ സംബന്ധിച്ചുള്ള കാരൻ ഹോണിയുടെ സങ്കല്പം. അത് നമുക്ക് നോർമലായിട്ടുള്ള ആളാണേലും ന്യൂറോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണേലും അവർക്കൊക്കെ തന്നെ ഒരു സെൽഫിനെ സംബന്ധിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നോർമലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫിനെ സംബന്ധിച്ച കൺസെപ്റ്റ് റിയാലിറ്റിയെ ബേസ് ചെയ്തിരിക്കും. എന്നാൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ സെൽഫിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് അത് റിയാലിറ്റിയെ ബേസ് ചെയ്തല്ല, അൺറിയാലിറ്റി അല്ലെങ്കിൽ അതൊരു ഐഡിയലൈസ്ഡ് വേർഷനായിരിക്കും അവർക്കുണ്ടാവുക. അപ്പം നോർമലായിട്ടുള്ള ആളുകളുടെ സെൽഫ് ഇമേജിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ ബേസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ എബിലിറ്റിയെ സംബന്ധിച്ച്, അവരുടെ വീക്ക്നെസ്സിനെ സംബന്ധിച്ച്, അവരുടെ ഗോളിനെ സംബന്ധിച്ച്, അവരുടെ റിലേഷനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുക. അത് കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡാപ്റ്റബിളും ആയിരിക്കും. മാത്രമല്ല അത് ആളുകളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്കും സെൻസ് ഓഫ് യൂണിറ്റിയിലേക്കും നയിക്കുന്നതിലേക്ക് കാരണമാക്കുന്നു. എന്നാൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ഈ സെൽഫിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് റിയാലിറ്റി ബേസ് ചെയ്ത് അല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ഐഡിയലൈസ്ഡ് വേർഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ എബിലിറ്റിയെ സംബന്ധിച്ചും ഗോളിനെ സംബന്ധിച്ചും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും ഒന്നും തന്നെ ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള
ഒരു കൺസെപ്റ്റ് അല്ല ഉണ്ടാകുക, മറിച്ച് അതൊരു ഐഡിയലൈസ്ഡ് ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി യൂണിഫൈ ചെയ്ത് നിർത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും, ടൈറണി ഓഫ് ഷൂട്ട്സ് എന്ന ഒരു കാര്യത്തിലേക്ക് പോകും. ടൈറണി ഓഫ് ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾ, ചില നിബന്ധനകൾ കൊണ്ടും. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണെങ്കിൽ അവർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്നുള്ള നിലയിലുള്ള ചില ഷൂട്ട്സുകൾ കൊണ്ടുവരുന്നു. അപ്പം ഈ ഐഡിയലൈസ്ഡ് സെൽഫ് ഇമേജും അവരുടെ റിയലായിട്ടുള്ള സെൽഫ് ഇമേജും തമ്മിൽ അവർക്കത് മനസ്സിലാവുന്നില്ല, റിയലായിട്ടുള്ള സംഗതി. അപ്പോൾ അവർ ഐഡിയലൈസ്ഡ് സെൽഫ് ഇമേജാണ് ഉണ്ടാക്കുന്നത്. ഇവ തമ്മിലൊരു ഡിസ്ക്രിപ്പൻസി ഉറപ്പായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ ഡിസ്ക്രിപ്പൻസി അവർക്ക് പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാത്രമല്ല, അത് വലിയൊരു ചില ആങ്സൈറ്റികൾ അവർക്കിടയിൽ അവർക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് കാരണമാണത്. അപ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റിനെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ അവർ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മെത്തേഡിനെയാണ് എക്സ്റ്റേണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഐഡിയലൈസ്ഡ് സെൽഫ് ഇമേജും അവരുടെ സെൽഫ് ഇമേജും ശരിയായിട്ടുള്ള റിയലായിട്ടുള്ള സെൽഫ് ഇമേജും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു മാർഗ്ഗമാണ് എക്സ്റ്റേണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് കാണുന്നത് ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ്. അതുവഴി അവർക്ക് തൽക്കാലത്തേക്ക് അവരുടെ കോൺഫ്ലിക്റ്റുകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെങ്കിലും പിന്നീട് ഈ ഒരു ഡിസ്ക്രിപ്പൻസി സെൽഫ് ഇമേജും റിയൽ സെൽഫ് ഇമേജും ഐഡിയലൈസ്ഡ് സെൽഫ് ഇമേജും തമ്മിലുള്ള ആ ഒരു ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വ്യത്യാസം എന്നാണ്. ആ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇതുപോലെ തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാരൻ ഹോണിയുടെ പേഴ്സണാലിറ്റി തിയറിക്കകത്ത് ഉള്ളത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ സെൽഫ് ഇമേജിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ ഐഡിയലൈസ്ഡ് സെൽഫ് ഇമേജ് പറഞ്ഞിട്ടുണ്ട്, റിയൽ സെൽഫ് പറഞ്ഞിട്ടുണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എബ്രഹാം മാസ്ലോയുടെ ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കാരൻ ഹോണിയുടെ തിയറിക്കകത്ത് എബ്രഹാം മാസ്ലോയുടെ ഹ്യൂമനിസ്റ്റിക് തിയറിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രോയിഡിൻ്റെ തിയറീനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഐഡിയ ആയിട്ട് നിൽക്കുന്നത് ഫ്രോയിഡിൻ്റെ തിയറികളാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം കാരൻ ഹോണിയുടെ പേഴ്സണാലിറ്റി തിയറിയെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.